പഠിക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഹെറിഡിറ്റിൻ്റെ ക്രോമസോമിനെ പറ്റിയിട്ട്, ക്രോമസോം സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ക്രോമസോം എന്തുകൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, ക്രോമസോം എവിടെയാണ് കാണുന്നത്, ഇങ്ങനത്തെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഓരോ ഹ്യൂമൻ ബീങ്സിൽ എത്ര ക്രോമസോംസ് ഉണ്ട്, ക്രോമസോമിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു. അപ്പോൾ ഇന്ന് അതിന് തന്നെ ബാക്കിയായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ഹ്യൂമൻ ക്രോമസോംസിൽ 44+XY XX അങ്ങനെ രണ്ട് രീതിയിൽ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ 44+XX എന്ന് പറയുന്നത് ഇത് ഫീമെയിൽസിൽ വരുന്നതാണ്. അപ്പോൾ ഫീമെയിൽ ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ ആയിരിക്കും. 44 സൊമാറ്റിക് ക്രോമസോംസും 2 സെക്സ് ക്രോമസോമാണ് വരുന്നത്. മെയിൽസിലാണെങ്കിൽ 44 സൊമാറ്റിക് ക്രോമസോംസും XY ആണ് വരിക. ഇതാണ് നമ്മൾ നോർമൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ. ചില മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുമുണ്ട്. അപ്പം ആ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഹ്യൂമൻ ബീങ്ങിന് എങ്ങനെയൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഭാഗത്ത് നമുക്ക് നോക്കാനുണ്ട്. അതാണ് വേരിയൻറ്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടും അതേപോലെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം ഈ ജെൻഡർ ഡിറ്റർമിനേഷൻ അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല വേറെ കുറേ ഫാക്ടേഴ്സും അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നോർമൽ ഈ 44+XX ആൻഡ് 44+XY ഇതിൽ മാറ്റങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഫീമെയിൽസിൽ ശരിക്കും എങ്ങനെ വരണം, 44+XX വരണം അല്ലേ. 44+XX വരണം. പക്ഷെ ഇവിടെ കണ്ടോ ഒരു എക്സ് മാത്രമേ ഉള്ളൂ, മറ്റേ എക്സിൻ്റെ പ്ലേസിൽ ബ്ലാങ്ക് ആണ്, 0 ആണ്, ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു എക്സ് ക്രോമസോം മാത്രമുള്ളൊരു ഫീമെയിൽ ആണെങ്കിൽ അവർക്കുണ്ടാവുന്നൊരു കണ്ടീഷനാണ്, സൂക്കേട് എന്നല്ല, അത് കണ്ടീഷനാണ് പറയുന്നത്. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അപ്പം നോർമലായിട്ടുള്ള ഫീമെയിൽസിന് ഇവർക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും അല്ലേ. ആ പ്യൂബർട്ടിൻ്റെ സമയത്തുള്ള ചേഞ്ചസ് ഇവരിൽ ചിലപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഓക്കെ, അതാണ് ടേണർ സിൻഡ്രോം. ഇനി നേരെ മറിച്ച് 2X ഉള്ള സ്ഥലത്ത് 3X വരികയാണെങ്കിൽ അവർക്ക് വരുന്ന ആ ഒരു കണ്ടീഷൻ്റെ പേരാണ് XXX സിൻഡ്രോം. XXX സിൻഡ്രോം എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അതേപോലെ തന്നെ ചില മെയിൽസിൽ XYൻ്റെ പകരം 44+XXY എന്ന് വരും. ഒരു Y അതേപോലെ തന്നെ നോർമലി എക്സും ഉണ്ട്, പക്ഷേ ഒരു എക്സ്ട്രാ എക്സും വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൽസ് കുറച്ച് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതൽ കാണിക്കും അല്ലേ. ബിഹേവിയർ അങ്ങനെയായിരിക്കും, ഒരു സ്ത്രീയുടെ ബിഹേവിയറിൻ്റെ കുറച്ചൊരു ഇൻഫ്ലുവൻസ് ആ മെയിലിൻ്റെ അകത്തുണ്ടാവും. ഇനി നേരെ മറിച്ച് 44+2Y വരെ XYY, ഒരു XYൻ്റെ പകരം 2Y വരാണെങ്കിൽ ദേ ഹാവ് XYY സിൻഡ്രോം എന്നാണ് പറയുന്നത്. അധികം മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് കൂടിയതുപോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് അല്ലേ, വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇവരുടെ കേസിൽ ഇതിലെ ആണുങ്ങളിലേക്ക് പെടുത്തണോ പെണ്ണുങ്ങളിലേക്ക് പെടുത്തണോ എന്നുള്ളൊരു ജെൻഡർ ഡിറ്റർമിനേഷൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ കണ്ടീഷൻ വരുന്ന ആൾക്കാർ. അപ്പം ഇവിടെ ടേണർ സിൻഡ്രോം ഉള്ള ഒരു ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ള ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ നേരത്തെ പറഞ്ഞില്ല പ്യൂബർട്ടിൻ്റെ സമയത്ത് അവർക്ക് ഡെവലപ്പ് ചെയ്തോളണമെന്നില്ല. മെൻസുറേഷൻ സൈക്കിൾ അങ്ങനത്തെയൊക്കെ മാറ്റങ്ങൾ ഇവർക്ക് ആ സമയത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അതാണ് ഒരു പ്രശ്നം. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ഒരു മെയിലാണെങ്കിൽ അവർക്ക് മെയിലിലുള്ള എല്ലാ സെക്സ് ഓർഗൻസും കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവർ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടി എക്സ്പ്രസ് ചെയ്യും.
ഓക്കെ, ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടി കൂടുതൽ അവർ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവരെ മെയിലിലേക്ക് പെടുത്തണോ ഫീമെയിലേക്ക് പെടുത്തണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ നിൽക്കും. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പം നോർമൽ കണ്ടീഷനിൽ എന്ത് മാറുകയാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ ടേണർ സിൻഡ്രോം ഉള്ള ഒരു ഫീമെയിലിൽ ഇങ്ങനെയായിരിക്കും. ഈ എക്സ് ക്രോമസോം അവിടെ കാണില്ല. ഓക്കെ, എക്സ് ക്രോമസോം ഇല്ല. അതേപോലെ തന്നെ മെയിലാണെങ്കിൽ ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിൽ 47XX ആണ് വരുന്നത്. ഓക്കെ, എക്സ്ട്രാ ഇതായിരിക്കും. അപ്പം ഇത്രയാണ് നമുക്ക് ആ ഒരു എബ്നോർമൽ കണ്ടീഷനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. അതാണ് നമ്മളുടെ ജീൻ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്, ജെനറ്റിക്സിലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ജീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ജീൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ജീൻസ്? അപ്പം ജീൻസ് എന്താണെന്ന് ശരിക്കും അതിൻ്റെ ഡെഫിനേഷനൊക്കെ പറയുന്നതിൻ്റെ മുന്നേ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ കിട്ടുമ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുക? അതിന് ബേസ് ഉണ്ടാവും. ആ ബേസിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഓരോ കല്ലിങ്ങനെ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഓരോ ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അപ്പം എന്തൊരു സാധനം ഉണ്ടാക്കണമെങ്കിലും അതിനെന്തുണ്ടാവും? ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആവും, ഒരു ബേസിക് യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ഹെറിഡിറ്റീൻ്റെ ബേസിക് യൂണിറ്റാണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ ഓർ ബേസിക് യൂണിറ്റ്. അപ്പം ഹെറിഡിറ്റി നമ്മളുടെ പാരമ്പര്യം, ആ പാരമ്പര്യം ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കാരണക്കാരാണ് ഈ ജീൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ജീൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഓർ ബേസിക് യൂണിറ്റ്. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മൾ ഈ ജീൻ എവിടെയാണ് കാണുന്നത് എന്നുള്ളതാണ് അല്ലേ? അത് നമ്മൾ ഫണ്ടമെൻ്റൽ ഓർ ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അടുത്ത ചോദ്യം നമ്മളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിനെ എവിടെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടല്ലേ? ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഒരു ഡബിൾ ഹെലിക്കൽ മോഡലാണെന്നൊക്കെ പറഞ്ഞ് ആ ഡബിൾ ഹെലിക്കൽ മോഡലിൽ ഇവിടെ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ പഠിച്ചതല്ലേ? ഒരു ഫോസ്ഫേറ്റ്, ഒരു എന്താ പറയുക, ഡിയോക്സി റൈബോസ് ഷുഗർ, പിന്നെ വരുന്ന ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡബിൾ ഹെലിക്കൽ മോഡലിൻ്റെ ഒരു ചെറിയൊരു പീസ് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അല്ലേ, ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ക്രോമസോമിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുത്ത് അങ്ങനെ എടുത്തിട്ട് അവിടെ എന്തുണ്ടാവും? ഓരോ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും അല്ലേ? ഓരോ ന്യൂക്ലിയോടൈഡ്. അങ്ങനെ ഒരു ക്രോമസോമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവിടെ എന്താ ഉള്ളത്? ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ പഠിച്ചില്ലേ ATGC. അങ്ങനെ ATGC ഇവിടെ വരികയാണെങ്കിൽ എഡനിൻ പെയർസ് വിത്ത് തൈമിൻ, ഗ്വാനിൻ വിത്ത് സൈറ്റോസിൻ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ ഒരു സീക്വൻസ് ആണ് ഒരു ചെറിയൊരു പീസ് ക്രോമസോമിൻ്റെ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അതാണ് ജീൻ. അപ്പോൾ ജീൻ എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയും. അത് എല്ലാ ലിവിങ് ഓർഗാനിസംസിൻ്റെ ബോഡിയിലും ഉണ്ട്. അപ്പം അവരെ സെഗ്മെൻറ്റ്സ് ഓഫ് DNA അങ്ങനെ നമ്മൾ വിളിക്കുന്നത്. സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണം, ഫുൾ ക്രോമസോം അല്ല, ആ ക്രോമസോമിന് ചെറിയൊരു സെഗ്മെൻറ്റ്, ചെറിയൊരു കഷ്ണം, അതാണ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ ജീൻ്റെ അകത്ത് എന്താ ഉള്ളത്? ആ ജീനിൻ്റെ അകത്തുള്ളത് പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസാണ് അല്ലേ? പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പം ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പുതിയൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറയും. ഇതെങ്ങനെ ഉപയോഗിക്കണം അങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് ജീൻസ്. അപ്പോൾ ഈ മാനുവൽ ആരൊക്കെ? ഞങ്ങൾക്ക് വായിക്കാനാണോ? അല്ല, അത് വായിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഈ കോഡ്? എന്തിനാണ് ഈ സീക്വൻസ്? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം വരുന്നത് അവിടെ. അപ്പോൾ നമ്മളതിന് വേണ്ടി തൽക്കാലം ജീൻ്റെ ഡെഫിനേഷൻ പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരാളെ പറ്റി ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ആ ആളാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻസിനെ പറ്റി നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയാൽ ഇനി വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോട്ടീൻസിന് ഇത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ പ്രോട്ടീൻസാണ് നമ്മളുടെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്, ജീവൻ്റെ ഒരു കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളുടെ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രോട്ടീൻസാണ് നമ്മൾ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളുടെ ഹൈറ്റ്, നമ്മളുടെ ബുദ്ധിശക്തി, അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രോട്ടീൻസാണ്. അപ്പോൾ ആ പ്രോട്ടീൻസിൻ്റെ കോമ്പിനേഷനാണ് ഒരാളെ ഇൻ്റലിജൻറ്റും
ഒന്ന് കുറച്ച് സ്ലോ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒക്കെ നമ്മളുടെ ജനറ്റിക് മേക്കപ്പിനകത്ത് ഉണ്ടാവും. അതേപോലെ നമ്മളുടെ ബോഡീൻ്റെ അകത്തുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രോട്ടീൻസാണ്. ഓക്കെ, ആ പ്രോട്ടീൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനങ്ങളാണ്. നമ്മളുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൺട്രോൾ ചെയ്യുന്നത് പ്രോട്ടീൻസാണ്. ഓക്കെ, പ്രോട്ടീൻസാണ് നമ്മളുടെ എന്ത് പറയുന്നത് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവൻ ഉണ്ടാക്കണമെങ്കിൽ ആ ഉണ്ടാക്കുന്ന ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയാം, അതിൽ പ്രോട്ടീൻ്റെ വലിയൊരു പങ്കാണുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ കളറിനൊരു പ്രോട്ടീൻ ആയിരിക്കും, സ്കിന്നിൻ്റെ കളറിനൊരു പ്രോട്ടീൻ, ഹൈറ്റിനൊരു പ്രോട്ടീൻ, അയാളുടെ ഇൻ്റലിജൻസിനൊരു പ്രോട്ടീൻ, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഓരോ പ്രത്യേകതയ്ക്കും ഓരോ പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, ഉണ്ടാക്കിയിരിക്കണം. അപ്പം ആ പ്രോട്ടീൻസ് ആരാ ഉണ്ടാക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം അല്ലേ. പ്രോട്ടീൻസ് ആരാ ഉണ്ടാക്കുന്നത്? ആ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത് വേറെ ആരുമില്ല, നമ്മളുടെ ജീൻസിൻ്റെ അകത്തുള്ള കോഡാണ്. ഓക്കെ, ജീൻസിനകത്തുള്ള ആ കോഡാണ് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട റെസിപ്പി ആയിട്ട് വരുന്നത്. അതിനകത്തുണ്ടാവും ഇന്ന ജീൻ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഒരു ക്യാരക്ടർ വേണമെങ്കിൽ ഈ നമ്മളുടെ ATGs പഠിച്ച ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ ഇതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള കോഡ് ഈ ജീനാണ് തയ്യാറാക്കുന്നത്, റെഡിയാക്കുന്നത്. ഓക്കെ, ആ പ്രോട്ടീൻ്റെ കോഡ് ഉണ്ടാക്കുന്ന ആളാണ് ആര്? ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടു കൊടുക്കണ്ടേ? നമുക്ക് ഈ സാധനം കിട്ടണമെങ്കിൽ എവിടെ വേണം? ഇത് ഉണ്ടാക്കുന്നൊരു സ്ഥലം വേണ്ടേ? ആ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ജീൻസ് എന്താണെന്ന് മനസ്സിലാക്കി. അവർ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്ററി എന്ന് പറയും അല്ലേ. ഹെറിഡിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്കാരാണ് ഈ ജീൻസ് എന്ന് പറയുന്നത്. അപ്പം അവരകത്ത് എന്താ ഉള്ളത്? ഒരു സീക്വൻസ് ഉണ്ടാവും, ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ്, ATGC, അങ്ങനെ ഓരോ പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഓരോ സീക്വൻസ് ആയിരിക്കും ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. അപ്പം പ്രോട്ടീൻസ് വിച്ച് ആർ സിന്തസൈസ്ഡ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ formation of characteristic features and for controlling metabolic activities. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ് ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത്. അപ്പം ഓരോ പ്രോട്ടീൻസ് ഉണ്ടാക്കാനും ആ പ്രോട്ടീൻസ് ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് തീരുമാനിക്കുന്നുണ്ട്. നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് പ്രോട്ടീൻസ് ആയിരിക്കും. അപ്പോൾ ആ പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ആരെടുത്തുള്ളത്? ജീൻസിൻ്റെ അടുത്തുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ കോഡ് എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ATGC ന്യൂക്ലിയോടൈഡൊക്കെ അല്ലേ, അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും കോഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ജീൻ ഉണ്ടാവുക. ഇത് നമ്മളുടെ ക്രോമസോം. ആ ക്രോമസോമിൻ്റെ ഡബിൾ ഹെലിക്കൽ മോഡലാണിത്. ക്രോമസോമിൻ്റെ ഈ ഒരു പാർട്ടാണ് നമ്മൾ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അതാണ് DNA എന്ന് പറയുന്നത് അല്ലേ. ക്രോമസോം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? DNA കൊണ്ടാണ്. അപ്പോൾ ആ ഒരു DNAൻ്റെ ഒരു പാർട്ട് മാത്രം, ഇതാ ഈ സിൽവർ കളറിൽ കാണിച്ചത്, ബ്ലൂ കളറിൽ കാണിച്ചതാണ് ഒരു DNA. ആ DNAൻ്റെ മുകളിലാണ് ഇവിടെയാണ് ജീൻ 1. ഈ ഫുള്ള് വരുന്ന ഡബിൾ ഹെലിക് ഉണ്ടല്ലോ, അതാണ് ഒരു ജീന്. അതിൻ്റെ അടുത്ത ജീനിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇവിടെ കണ്ടോ, ക്രോമസോം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡബിൾ ഹെലിക്കാണ്. അതിൻ്റെ ഓരോ മുകളിലും ഇങ്ങനെ കോഡ് ഉണ്ടാവും. ആ കോഡ് ഇത് ഒരു ഫസ്റ്റ് ജീൻ്റെ കോഡാണെങ്കിൽ ഇത് സെക്കൻഡ് ജീൻ്റെ കോഡായിരിക്കും. ഈ രണ്ട് ജീൻസും ഒരേ ക്യാരക്ടർ അല്ല കൺട്രോൾ ചെയ്യുന്നത്, ഓരോ ജീനും ഓരോ ക്യാരക്ടറായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്രോമസോമിൻ്റെ അകത്ത് DNA, ആ DNAൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് എന്ത്? നമ്മളുടെ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ എന്ത് വരുന്നത്? ഹൈറാർക്കി അല്ലെങ്കിൽ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ DNAൻ്റെ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണ് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ന്യൂക്ലിക് ആസിഡ് അടങ്ങിയ ഒരു ഹെറിഡിറ്ററി കാരിയറിനെ പറ്റിയിട്ടാണ്. ആ ആളാണ് RNA. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിരുന്നു. അതേപോലെ തന്നെ ലോവർ ആനിമൽസിൻ്റെ ഈ ഹെറിഡിറ്ററി കാരിയേഴ്സാണ് ആര്? റൈബോ ന്യൂക്ലിക് ആസിഡ് RNA എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിയിലുണ്ട്. ഇതിന് വലിയൊരു ഫങ്ഷനും ഉണ്ട് പ്രോട്ടീൻ സിന്തസിസിൽ. അതെന്താണെന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് കാണാം. അപ്പം RNA എന്താ? ഒരു ടൈപ്പ് ന്യൂക്ലിക് ആസിഡാണ്, റൈബോ ന്യൂക്ലിക് ആസിഡാണ്. DNA എന്തായാലും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡായിരുന്നു. DNA പോലെ തന്നെ ഒരു ന്യൂക്ലിക് ആസിഡാണ് ഇത്. അതും ഫോം ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഡിയോക്സി റൈബോ ഷുഗറിൻ്റെ പകരം ഇവിടെ വരുന്ന എന്താ? റൈബോ ഷുഗറാണ്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, നൈട്രോജനസ് ബേസും ഉണ്ട്. പക്ഷേ വലിയൊരു വ്യത്യാസം ഇതിനകത്തുള്ള ഒരു നൈട്രോജനസ് ബേസിൻ്റെ മാറ്റമാണ്. അപ്പം നമ്മൾ DNA പഠിച്ചത് എന്താണ്? എഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നാണ് പഠിച്ചത്. പക്ഷേ
ഈ RNA-ൻ്റെ അകത്ത് എഡിനിൻ, ഗ്വാനിൻ, തൈമിൻ്റെ പകരം വേറൊരാളാണ് വരുന്നത്, അയാളാണ് യുറാസിൽ. ഓക്കെ, ആ ഒരു നൈട്രജനസ് ബേസിൻ്റെ വ്യത്യാസം ആരിലുണ്ട്? RNA-യിലുണ്ട്. പിന്നെ ഈ RNA-യുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് സിംഗിൾ സ്ട്രാൻഡ് ആയിരിക്കും അധികം. മോസ്റ്റ് ഓഫ് ദ RNAs ഹാവ് എ സിംഗിൾ സ്ട്രാൻഡ്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും ഡിഫറൻഷിയേറ്റ് DNA ആൻഡ് RNA. അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? DNA is made up of deoxyribose sugar whereas RNA is made up of ribose sugar. നൈട്രജനസ് ബേസിൻ്റെ ഡിഫറൻസ് എന്താ? നൈട്രജൻ ബേസ് DNA ആണെങ്കിൽ തൈമിൻ ആയിരിക്കും, RNA ആണെങ്കിൽ യുറാസിൽ ആയിരിക്കും. DNA ഡബിൾ സ്ട്രാൻഡ് ആയിരിക്കും, RNA സിംഗിൾ സ്ട്രാൻഡ് ആയിരിക്കും. ഇതാണ് കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ DNA-ൻ്റെ നിങ്ങളുടെ ബുക്കിലുള്ളൊരു ചോദ്യമാണ്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എത്രയാണ്? DNA-യിൽ 2 ആണ്. ടൈപ്പ് ഓഫ് ഷുഗർ ഏതാ? ഡീഓക്സിറൈബോസ്. ഡീഓക്സിറൈബോസ് ഷുഗർ ആണ്. നൈട്രജനസ് ബേസോ DNA ആണെങ്കിൽ തൈമീൻ ആയിരിക്കും, നൈട്രജനസ് ബേസ് ഉണ്ടാവും. നേരെ മറിച്ച് RNA-യിൽ ഒരു സ്ട്രാൻഡേ ഉണ്ടാവുള്ളൂ. അവിടെയുള്ള ഷുഗർ എന്താ? റൈബോസ് ഷുഗർ ആയിരിക്കും. അവിടെയുള്ള നൈട്രജൻ ബേസ് ഏതായി? തൈമിൻ്റെ പകരം യുറാസിൽ. ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാണ്, അല്ലേ? മാനുഫാക്ചർ ചെയ്യുക, ഉണ്ടാക്കുക. ആ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മൾ അടുത്ത് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു, അതൊക്കെ നമ്മൾ നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നടക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അവിടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ DNA ഉണ്ടല്ലോ, ആ DNA-ൻ്റെ ഒരു പീസാണ് ജീൻ എന്ന് പറയും. ആ ജീൻ്റെ അകത്താണ് എന്തുള്ളത്? കോഡുള്ളത്. അപ്പം എല്ലാ സമയത്തും എല്ലാ പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മളുടെ ബോഡിക്ക് ഒരു പ്രത്യേക പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ആ സമയത്ത് ആർക്കാണോ ആ പ്രോട്ടീൻ ആവശ്യമുള്ളത് അവരെന്ത് ചെയ്യും? ആ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രത്യേക സെല്ലിൻ്റെ അകത്തേക്ക് അവിടെയുള്ള DNA-ക്ക് ഒരു മെസ്സേജ് അയക്കും. ഓക്കെ, ഒരു മെസ്സേജ് ഈ DNA-ൻ്റെ അടുത്തേക്ക് വരും. ആ DNA-ൻ്റെ അകത്ത് ആ ജീൻ ഉണ്ടാവും, ആ ജീനിൻ്റെ മുകളിൽ കോഡും ഉണ്ടാവും, അല്ലേ? കോഡും ആ ജീനിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ അടുത്ത ചോദ്യം, ഈ പ്രോട്ടീൻ എവിടെ ഉണ്ടാക്കുന്നതെന്നാണ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് സെല്ലിൻ്റെ അകത്തുള്ള പ്രത്യേക ഒരു സെൽ ഓർഗനലുണ്ട്. ആ സെൽ ഓർഗനൽ വിളിക്കുന്ന പേരാണ് എന്ത്? റൈബോസോം. റൈബോസോമാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആരാ? ഇന്ന പ്രോട്ടീൻ നീ ഉണ്ടാക്കണം, അതിനുള്ള കോഡ് ഞാൻ അയക്കുന്നു, അത് കിട്ടിക്കഴിഞ്ഞാൽ നീ എനിക്ക് ആവശ്യമുള്ള ആ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണം. ആ ഇൻസ്ട്രക്ഷൻ അയക്കുന്നത് DNA-ൻ്റെ അകത്തുനിന്ന് ആരിലേക്ക് എത്തണം? റൈബോസോമിലേക്ക് എത്തണം, അല്ലേ? അപ്പോൾ DNA നടന്നു പോയിട്ട് ഇതൊന്നും പറയുമൊന്നുമില്ല. DNA-ക്ക് അത് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക ദൂതന്മാരുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട് മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? മെസ്സഞ്ചർ എന്നാണ് എന്ത്? ദൂതന്മാരെന്ന് പറയും. അപ്പോൾ ആ മെസ്സേജ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ DNA-ക്ക് ഇങ്ങനൊരു ആവശ്യം വന്ന് ഞാൻ ഈ മെസ്സേജ് റൈബോസോമിലേക്ക് എത്തിക്കണം. അങ്ങനെ വരുമ്പം അവിടെ ഒരു പ്രത്യേക ആൾ ഫോം ചെയ്യും. ആ ആളാണ് മെസ്സഞ്ചർ RNA, mRNA എന്ന് പറയുന്നത്. ഓക്കെ, mRNA. അപ്പം ആ mRNA എന്ത് ചോദിച്ചാൽ ഇവിടെയുള്ള ജീൻ്റെ അടുത്ത് നിന്ന് ആ കോഡ് വാങ്ങും, അല്ലേ? ഈ കോഡ് ഞാൻ തരുന്നു, നീ അവിടെ റൈബോസോമിലേക്ക് എത്തിക്കണം എന്ന് ആരാ പറയുന്നത്? ഈ ഇവിടെ അകത്തുള്ള ജീന് ആണ് ആ കോഡ് ആർക്ക് കൊടുക്കുന്നത്? മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ RNA എന്താ ചെയ്യുന്നത്? ആ കോഡിനെ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം, അല്ലേ? അതിന് വേണ്ടിയിട്ട് ആ കോഡ് ഉണ്ടാക്കുന്ന ആളാണ് മെസ്സഞ്ചർ RNA. ഓക്കെ, DNA-ന്ന് ന്യൂക്ലിയസിൻ്റെ അതിലുള്ള റൈബോസോമിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം ഇതിനെ, അല്ലേ? അത് കൊണ്ട് എത്തിക്കുന്നത് മെസ്സഞ്ചറാണ്. ഈ ഒരു മെസ്സഞ്ചറാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ജീൻ്റെ അടുത്ത് നിന്ന് ആ കോഡ് വാങ്ങി DNA-ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ കോഡ് ആർക്ക് കൈമാറണം? mRNA-ക്ക് കൈമാറണം. ആ mRNA പിന്നെ എന്ത് ചെയ്യും? ആ mRNA നേരെ ന്യൂക്ലിയസിൻ്റെ പുറത്തേക്കായിരിക്കും വരിക. കാരണം ഇതെല്ലാം എവിടെയുള്ളത്? ന്യൂക്ലിയസിൻ്റെ അകത്താണുള്ളത്. ന്യൂക്ലിയസിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങണം. പുറത്താണ് ആരുള്ളത്? ഈ സെൽ ഓർഗനിലൊക്കെ ഉള്ളത്. ന്യൂക്ലിയസിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിലെത്തി. സൈറ്റോപ്ലാസത്തിൻ്റെ അകത്താണ് ആരുള്ളത്? ഈ റൈബോസോം എന്ന് പറയുന്ന ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉള്ളത്. ഓക്കെ, ഫാക്ടറി എവിടെയാണുള്ളത്?
അപ്പം മെസ്സഞ്ചർ RNA വന്നു, മെസ്സഞ്ചർ RNA സൈറ്റോപ്ലാസത്തിലേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തോന്നിയ പോലെ സീക്വൻസ് ഒന്നും അല്ലേ പ്രോട്ടീൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ വേറൊരാൾ അവിടെ വരും, അയാളാണ് നമ്മളുടെ tRNA എന്ന് പറയുന്നത്. tRNA. ഓക്കെ, അപ്പോൾ ആ tRNA എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ റൈബോസോമിലേക്ക് കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് എന്താ? പ്രോട്ടീൻ ഒരു വലിയ യൂണിറ്റാണ്. പ്രോട്ടീൻ ഫോം ചെയ്തിട്ടുള്ള വേറെ കുറച്ച് ചെറിയ ചെറിയ യൂണിറ്റ്സ് കൊണ്ടാണ്. ആ ചെറിയ യൂണിറ്റ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, അതെന്താ? അമിനോ ആസിഡാണ്. അപ്പോൾ ആ അമിനോ ആസിഡിനെ കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇതെവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ആർക്ക് എത്തിച്ചു കൊടുക്കണം? ഫാക്ടറിയിലേക്ക് എത്തിക്കണം. MRIയിൽ നിന്ന് മെസ്സേജ് വന്ന്, അപ്പോൾ ആ മെസ്സേജ് അനുസരിച്ചിട്ടുള്ള എന്ത് വേണം? അമിനോ ആസിഡ്സ് വേണം. അപ്പോൾ ആ കറക്റ്റ് അമിനോ ആസിഡിനെ തിരഞ്ഞെടുത്ത് അതൊരു സീക്വൻസ് ആക്കി കറക്റ്റായിട്ട് റൈബോസോമിന് കൊടുക്കേണ്ട ആളാണ് tRNA അല്ലേ? അതെന്താണ്? tRNA എന്നാണ് ഇതിന് നമ്മൾ വിളിക്കുന്നത്. ട്രാൻസ്ഫർ RNA എന്ന് പറയും. അത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ പണിയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ആര് ചെയ്യുന്നത്? tRNA ചെയ്യുന്നത്. അപ്പം ആവശ്യമുള്ള അമിനോ ആസിഡ്സിനൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെയായിരിക്കും. അതൊരു ക്ലവർ ഷേപ്പാണ് ആർക്കുള്ളത്? ഈ tRNAക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ ഹെഡിൻ്റെ മുകളിൽ ഇതുണ്ടോ ഈ കളേഴ്സിലുള്ളത്. ഓരോ അമിനോ ആസിഡിനെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്നിട്ട് അവസാനം റൈബോസോമിന് കൊടുക്കും. ഓക്കെ, റൈബോസോമിന് ഈ അമിനോ ആസിഡ്സ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം മെസ്സഞ്ചർ RNA എന്ത് പ്രോട്ടീനാണ് ഉണ്ടാക്കുന്നുള്ള കോഡ് കൊണ്ടുവരും. ആ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ tRNA എന്ത് ചെയ്യും? അതിനാവശ്യമുള്ള ചെറിയ യൂണിറ്റ് അമിനോ ആസിഡ്സിനൊക്കെ കണ്ടുപിടിച്ച് അത് ആർക്ക് കൊണ്ടുപോയി കൊടുക്കും? നമ്മളുടെ റൈബോസോമിന് കൊണ്ടുപോയി കൊടുക്കും. റൈബോസോമിന് ആ സീക്വൻസ് അറിയാം. അതേപോലെ തന്നെ അമിനോ ആസിഡ് കിട്ടിക്കഴിഞ്ഞാൽ റൈബോസോം പിന്നെ ആ പ്രോട്ടീനെ ഉണ്ടാക്കിക്കോളും. ഓക്കെ, ഇങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ടോട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഒറ്റ ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സല്ല. ഇതിൻ്റെ അകത്ത് 2 പ്രോസസ്സാണ് വരുന്നത്. ഓക്കെ, 2 പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സാണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ. ആ ട്രാൻസ്ക്രിപ്ഷനിൽ എന്താ സംഭവിക്കുന്നത്? mRNA ഉണ്ടാവും. അപ്പം mRNA ആദ്യം എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ആ സീക്വൻസ് ഈ mRNAൻ്റെ അകത്തേക്ക് DNA ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ്? വേരിയസ് എൻസൈം വെച്ചിട്ടാണ്. ആ എൻസൈംസാണ് DNAൻ്റെ എന്താ പറയുക ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻസൈം വെച്ചിട്ട് DNA ഈ കോഡ് ആർക്ക് പറഞ്ഞു കൊടുക്കും? mRNA ഉണ്ടാക്കും, അല്ലെ mRNAക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ആ mRNAൻ്റെ അടുത്താണ് മെസ്സേജ് ഉള്ളത്. ഇന്ന പ്രോട്ടീൻ ഈ സാധനങ്ങളൊക്കെ വേണം. ആ എല്ലാ ഇൻസ്ട്രക്ഷനും മെസ്സേജ് ആരെടുത്ത? മെസ്സഞ്ചർ RNAൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങനെ DNA ഈ മെസ്സഞ്ചർ RNA ഉണ്ടാക്കുന്ന പ്രോസസ്സ് നമ്മൾ എന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ പോലെ വേണ്ട സാധനങ്ങളോട് എഴുതി കൊടുക്കുക. ഓക്കെ, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഏത് പ്രോട്ടീനാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതനുസരിച്ചുള്ള mRNA ഉണ്ടാക്കുക കോഡ് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്താ ചെയ്യുന്നത്? mRNA കൊണ്ടുവന്ന ആ ഒരു മെസ്സേജ് ട്രാൻസ്ഫർ RNA വായിച്ചു നോക്കും. ട്രാൻസ്ഫർ RNA ലിസ്റ്റ് നോക്കിയിട്ട് ഏതൊക്കെ അമിനോ ആസിഡ്സ് വേണം അതനുസരിച്ച് അമിനോ ആസിഡ്സിനൊക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കും, ഒരു സ്ഥലത്തേക്ക് എത്തിക്കും അല്ലേ, ബേസ്ഡ് ഓൺ ദ മെസ്സേജ് ഇൻ mRNA. എന്നിട്ട് അതിനെ എവിടെ കൊണ്ടുപോയി കൊടുക്കും? റൈബോസോമിലേക്ക് കൊണ്ടുകൊടുക്കും. അവിടെ റൈബോസോമിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ റൈബോസോമിനെ കറക്റ്റ് ഒരു ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ വേണ്ടേ? ഓക്കെ, ആ റൈബോസോമൽ RNA അതാവും മൂന്നാമത്തെ ഒരു RNAയും കൂടി ഇവിടെ വന്നു, റൈബോസോമൽ RNA. അവർ tRNA എന്ത് ചെയ്ത് ആവശ്യമുള്ള അമിനോ ആസിഡ്സൊക്കെ റൈബോസോമിൽ എത്തിച്ചു കൊടുത്തു. പക്ഷേ അവിടെ നിന്ന് ശരിക്കും ഈ ഇതെല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരാളുണ്ടല്ലോ, ഫാക്ടറിൻ്റെ അകത്തുള്ള വലിയ വർക്കർ. ആ വർക്കർ ആരാ? ആ വർക്കറാണ് നമ്മൾ റൈബോസോമൽ RNA എന്ന് പറയും. അപ്പോൾ ഈ റൈബോസോമൽ RNA എന്ത് ചെയ്യും? ഈ tRNA കൊണ്ടു തന്ന അമിനോ ആസിഡ്സിനൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീനാക്കി മാറ്റും. അങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ അവിടെ റെഡിയാവുന്നത്. ഓക്കെ, ഇത്രയും സ്റ്റെപ്പാണ് വരുന്നത് ഇതിൽ നമ്മളുടെ പ്രോട്ടീൻ സിന്തസിസ്. മെയിനായിട്ട് 2 ട്രാൻസ്ക്രിപ്ഷൻ എന്താ? DNAക്ക് മെസ്സേജ് വന്നു, ഇന്ന പ്രോട്ടീൻ വേണം. അപ്പം DNA എന്ത് ചെയ്യും? ആ കോഡുള്ള ഒരു മെസ്സഞ്ചർ RNA ഉണ്ടാക്കും. ആ മെസ്സഞ്ചർ RNA കോഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് വരും. എന്നിട്ട് ആ ഡീറ്റെയിൽസ് ആർക്ക് കൈമാറും? tRNAക്ക് കൊടുക്കും. tRNA ആ ലിസ്റ്റ് വായിച്ച് നോക്കി, ഇയാൾ കൊടുത്ത ലിസ്റ്റൊക്കെ വായിച്ച് നോക്കി ആവശ്യമുള്ള അമിനോ ആസിഡൊക്കെ കൊണ്ടുപിടിച്ച് അത് റൈബോസോമിലേക്ക് കൊണ്ടുപോകും. റൈബോസോമിലേക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് എത്തിക്കഴിഞ്ഞാൽ, ലിസ്റ്റ് പ്രകാരമുള്ള അമിനോ ആസിഡ് എത്തിക്കഴിഞ്ഞാൽ അവിടെ
ഇയാൾ കൊണ്ടു തന്ന ആ അമിനോ ആസിഡ്സ് ഉണ്ടല്ലോ അവരെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് 6 RNA ആണ് എന്താക്കി മാറ്റുന്നത്, പ്രോട്ടീനാക്കി മാറ്റുന്നത്. ഇതോടെ ആ DNA പറഞ്ഞ് D1 ആവശ്യപ്പെട്ട പ്രോട്ടീൻ റൈബോസോം ഉണ്ടാക്കും. പിന്നെ ആ സെല്ലിൻ്റെ അകത്തുനിന്ന് ആർക്കാണോ ഈ പ്രോട്ടീൻ വേണ്ടത് അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് പ്രോട്ടീൻ സിന്തസിസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വേരിയസ് RNAs ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആർ ഗിവൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. കംപ്ലീറ്റ് ഇറ്റ് ബൈ ഇൻക്ലൂഡിങ് ദെയർ നെയിം. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഇവർ ആരൊക്കെയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഫസ്റ്റ് വരുന്ന ആരാ? mRNA അല്ലേ, മെസ്സഞ്ചർ RNA ആണ് ആദ്യം വരുന്നത്. രണ്ടാമത്തെ വരുന്ന ആരാ? ട്രാൻസ്ഫർ RNA, ആ ക്ലവർ ഷേപ്പ് വരുന്നത് അല്ലേ, ട്രാൻസ്ഫർ RNA. അപ്പോൾ മെസ്സഞ്ചർ RNA എന്താ ചെയ്യുന്നത്? മെസ്സഞ്ചർ RNA ക്യാരീസ് ദ കോഡാണ് അല്ലേ. മെസ്സഞ്ചർ RNA ക്യാരീസ് ദ കോഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമുള്ള കോഡുള്ളത് ആരുടെ അടുത്താണ്? mRNAൻ്റെ അടുത്താണ്. DNA ആണ് ഈ കോഡ് mRNAക്ക് കൈമാറുന്നത് അല്ലേ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ട്രാൻസ്ഫർ RNAക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ട്രാൻസ്ഫർ RNA എന്താ ചെയ്യുന്നത്? ആ ട്രാൻസ്ഫർ brings the correct amino acids അല്ലേ. എന്താ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ കൊണ്ടുവരും. എവിടേക്ക്? ടു ദ റൈബോസോം. അപ്പം mRNA കൊണ്ടുവരുന്ന മെസ്സേജ് നോക്കി ഏത് പ്രോട്ടീനാണ് നോക്കും. ആ പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഏത് അമിനോ ആസിഡാണോ വേണ്ടത് അത് ട്രാൻസ്ഫർ RNA കണ്ടുപിടിച്ച് കൊണ്ടുവരും. എന്നിട്ട് ആർക്ക് കൊടുക്കും? റൈബോസോമിൽ. റൈബോസോമിൽ എത്തിക്കഴിഞ്ഞാൽ ഈ tRNA കൊണ്ടുവന്ന് ആ അമിനോ ആസിഡ് എന്ത് ചെയ്യണം? അതിനൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അമിനോ ആസിഡിനെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ആക്കണം. അപ്പോൾ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കണം. ആ കണക്ഷനാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഫൈനൽ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ആരാണ്? ഈ റൈബോസോമൽ RNA RNA എന്ന്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.